ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഓഗസ്റ്റ് 2 വിശുദ്ധ എവ്സേബിയോസ് വെർച്ചെല്ലി. യേശുവിൻ്റെ ദൈവത്വം നിഷേധിച്ച ആര്യനിസത്തിനെതിരെ പൊരുതിയ മെത്രാനാണ് വെർച്ചെല്ലിയിലെ എവ്സേബിയോസ്. 283 ക്രിസ്തുവർഷം 283 ജനിച്ചു. 370 71 മരിച്ചു. അത്തനാസിയൂസിനോടൊപ്പം സഭയുടെ വിശ്വാസം സംരക്ഷിച്ച മഹാത്മാവാണ് എവ്സേബിയോസ്. സർദീനിയയിൽ ജനിച്ചു. അപ്പൻ രക്തസാക്ഷിയായി മരിച്ചപ്പോൾ അമ്മ അവനെയും കൂട്ടി റോമയിലേക്ക് പോയി. അവിടെ പഠിച്ചു. സ്വദേശികളെക്കാൾ ജ്ഞാനത്തിലും വിശുദ്ധിയിലും മികച്ചു നിന്ന എവ്സേബിയോസിനെ വടക്കേ ഇറ്റലിയിലെ വെർച്ചെല്ലി എന്ന സ്ഥലത്തെ ആദ്യത്തെ മെത്രാനായി 340 നിയമിച്ചു. വാസ്തവത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും മാർപ്പാപ്പ അത് അംഗീകരിക്കുകയുമായിരുന്നു. മെത്രാസന മന്ദിരത്തിൽ താമസിക്കാതെ വൈദികരോടൊപ്പം താമസിക്കുന്ന ആദ്യത്തെ മെത്രാൻ. 354 ലിബേരിയൂസ് മാർപ്പാപ്പ എവ്സേബിയോസ് മെത്രാനോട് പറഞ്ഞു, കഗ്ലിയാരിയിലെ മെത്രാനായ ലൂസിഫറും താങ്കളും കൂടി കോൺസ്റ്റാൻസിയോസ് 2 ചക്രവർത്തിയെ ചെന്ന് കാണുക. അലക്സാണ്ട്രിയയിലെ അത്തനാസിയൂസിന്റെ പദവി സംബന്ധിച്ച് തീരുമാനമെടുക്കാനും ആര്യൻ പാഷാണ്ഡത അവസാനിപ്പിക്കാനും ചക്രവർത്തിയോട് ഒരു സൂനോദോസ് വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെടുക. 355 മിലാനിൽ ആ സൂനോദോസ് സമ്മേളിച്ചു. സൂനോദോസിൽ പങ്കെടുത്ത എവ്സേബിയോസ് അത്തനാസിയൂസിനെതിരെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തീർത്ത് പറഞ്ഞു. അതിനാൽ സൂനോദോസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അദ്ദേഹം നാട് കടത്തപ്പെട്ടു. ആദ്യം സിറിയയിലെ സ്കിഥോപോലീസിലേക്കാണ് നാട് കടത്തിയത്. ആ സമയത്ത് ആര്യൻ മെത്രാനായിരുന്ന പട്രോഫിലസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു എവ്സേബിയോസ്. പട്രോഫിലസ് എവ്സേബിയോസിനെ വിളിച്ചിരുന്നത് മെത്രാൻ എന്നല്ല, തടവുപുള്ളി എന്നാണ്. പിന്നെ കപ്പദോച്ചിയയിലേക്കും അവിടെ നിന്ന് പിന്നെ ഈജിപ്തിലേക്കും എവ്സേബിയോസിനെ നാട് കടത്തി. അദ്ദേഹത്തിന്റെ മേൽവസ്ത്രങ്ങൾ ഊരി മാറ്റി അടിവസ്ത്രങ്ങൾ മാത്രം ഉടുപ്പിച്ച് തെരുവിലൂടെ പരേഡ് നടത്തി. പക്ഷേ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശരീരത്തിലെ വേദനകൾക്ക് ശക്തിയില്ല. 362 കോൺസ്റ്റാൻസിയൂസ് ചക്രവർത്തി മരിക്കുകയും ജൂലിയൻ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തപ്പോൾ നാട് കടത്തപ്പെട്ട മെത്രാന്മാർക്ക് തിരിച്ചെത്താനുള്ള വഴിയൊരുങ്ങി. തിരിച്ചുള്ള വരവില് അലക്സാണ്ട്രിയയിലെത്തി 362 സൂനോദോസിൽ സംബന്ധിച്ചു. പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം അംഗീകരിച്ച സൂനോദോസ് ആയിരുന്നു അത്. പിന്നെ അന്ത്യോക്യയിലേക്ക് പോയി. അലക്സാണ്ട്രിയ അന്ത്യോക്യ സഭകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷെ അത് നടക്കുന്നതിന് മുമ്പ് 370 അല്ലെങ്കിൽ 371 അദ്ദേഹം മരിച്ചു. വളരെ പ്രസക്തമായ ഒരു ജീവചരിത്രമാണ് എവ്സേബിയോസിൻ്റെതെന്ന് ഞാൻ കരുതുന്നു. സവിശേഷമായിട്ട് നമ്മുടെ കേരളത്തിലെ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന യഹോവ സാക്ഷികളുടെ ആക്രമണം ഒരു വശത്ത്, യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന, പരിശുദ്ധ തൃത്വം തന്നെ നിഷേധിക്കുന്ന, യേശുവിൻ്റെ മരണവും ഉത്ഥാനവും നിഷേധിക്കുന്ന ഇസ്ലാമിൻ്റെ ഭീഷണി മറുവശത്ത്, കത്തോലിക്ക സഭയിൽ നിന്ന് വേറിട്ട് പോയി പെന്തക്കോസ്ത്, ദൈവസഭക്കാർ, പ്രൊട്ടസ്റ്റന്റുകാർ, അങ്ങനെ ധാരാളം പേര് വേറെ. ഇവയ്ക്കൊക്കെ പുറമെ വിശുദ്ധ കുർബാന ഞങ്ങൾ വൈദികരുടെ പ്രവൃത്തിയാണ്, ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയല്ല എന്ന മട്ടിൽ എറണാകുളത്തെ വിമതര്, അവരുടെ പല പ്രബോധനങ്ങളും പാഷാണ്ഡതകളാണ്, ശീഷ്മയിലേക്ക് നയിക്കുന്ന മാരക കുറ്റങ്ങളാണ്. ഇവയ്ക്കെതിരെ നടപടികളെടുക്കാൻ ശങ്കിച്ച് വേദപുസ്തകം ശരിക്കറിയാതെ, സഭാചരിത്രം അറിയാതെ, ലിറ്റർജിയുടെ ആത്മാവറിയാതെ ഇങ്ങനെ പേടിച്ച് പറച്ച് നിൽക്കുന്ന ഒരു നേതൃത്വം. ഈ എവ്സേബിയോസിനെ പോലെ തടവുപുള്ളിയാകാനോ തെരുവിലെ പരേഡിലെ നഗ്നനായില്ലേ പരേഡ് നടത്തപ്പെടാനോ പേടിയില്ലാത്ത നേതൃത്വമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് വിശുദ്ധരാജ. നമ്മൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം.
നേതൃത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷമിക്കൽ മാത്രമല്ലല്ലോ. അങ്ങനെ ഇവിടെ നേതൃത്വം വേണ്ടല്ലോ. ചിലപ്പോൾ വടിയെടുക്കാനും ചിലപ്പോൾ തലോടാനും ചിലപ്പോൾ തല്ലാനും, അങ്ങനെയല്ലേ നേതൃത്വം. നമ്മൾ അങ്ങനെയല്ലേ വീടുകളിൽ പഠിച്ചത്. എല്ലാവരുടെയും അങ്ങനെയല്ലേ. ദേശരാഷ്ട്രത്തിൽ അങ്ങനെയല്ലേ. കാനണിൽ അതിനു വേണ്ടിയല്ലേ. യേശുക്രിസ്തു എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നിയമങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ടല്ലേ നമ്മൾ കാനൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പത്രോസ് എത്രയോ പ്രാവശ്യം ഇല്ലേ അവരെ പുറത്താക്കെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അവർ വിജാതീനെ പോലെ ആയിരിക്കട്ടെ, മാനസാന്തരപ്പെടുമ്പോൾ തിരിച്ചെടുക്കാമെന്നാണ് പറഞ്ഞത്. കത്തോലിക്ക സഭയിൽ ഒരു അംഗത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയേക്കാൾ പരിശുദ്ധമായിട്ട് യാതൊന്നുമില്ല. ആ പരിശുദ്ധ കുർബാനയെ തോന്നിയ പോലെ ചെയ്ത് എല്ലാ സമരമുറകളും കുർബാന കൊണ്ടാണ്, എല്ലാ സമരമുറകളും. എന്നിട്ട് അവരെ നിലനിർത്തണമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവർക്ക് കർത്താവിൽ വിശ്വാസമില്ല, വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല. അപ്പൊ ഈ വരുന്ന സിനഡ് തീരുമാനിക്കേണ്ടത് വിശ്വാസമില്ലാത്ത സഭാ നേതൃത്വത്തെ പുറത്താക്കുകയാണ്. പരിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കാത്ത വൈദികരുണ്ടെങ്കിൽ അവരെയും മെത്രാന്മാരുണ്ടെങ്കിൽ അവരെയും പുറത്താക്കാൻ ചങ്കൂറ്റം കാണിക്കണം. അങ്ങനെയാണ് വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടേണ്ടത്. വിശുദ്ധരാകുന്നത് എങ്ങനെ എന്നൊരു ഉത്തരം കൂടിയാണിത്. ചിലപ്പോൾ എന്നോട് ആൾക്കാർ പറയാറുണ്ട്, അച്ഛൻ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് ആത്മീയ കാര്യങ്ങൾ? ക്ഷമിക്കുക, പൊറുക്കാന്ന് പറയുന്നതോ? അതാണ് ആത്മീയ കാര്യങ്ങൾ. വചനത്തിൽ വളരുക, പരിശുദ്ധാത്മാവിൽ വളരുക, അതാണ് ആത്മീയത. വചനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വളരുക. വിശ്വാസത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തെ പ്രതിരോധിക്കുക, പാഷാണ്ഡതകളെ തള്ളിക്കളയുക. സഭാപിതാക്കന്മാര് വിശുദ്ധരൊക്കെ ഇങ്ങനെ വളർന്നവരാണ്. അവരാണ് നമ്മൾ ആത്മീയത പഠിപ്പിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങളുടെ ശരിയായ വ്യാഖ്യാതാക്കള് വിശുദ്ധരാണ്. അതിനാൽ ആത്മീയമായി വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ധ്യാനഗുരുക്കന്മാർ പറഞ്ഞ ആത്മീയത മാത്രം പോരാ. അതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അത് മാത്രം പോരാ. സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുകയും സത്യവിശ്വാസം എതിർക്കുന്ന പാഷാണ്ഡതകളെയും ശീഷ്മകളെയും നഖശിഖാന്തം എതിർത്ത് അവരെ പുറത്താക്കി മാനസാന്തരത്തിന് അവർക്ക് വഴിയൊരുക്കുക. പുറത്താക്കുന്നത് മാനസാന്തരത്തിന് വഴിയൊരുക്കാനാണ്. ഇതൊക്കെയാണ് വിശുദ്ധരാകാനുള്ള വഴി. എനിക്കും നിങ്ങൾക്കും അങ്ങനെ വിശുദ്ധരാകാനുള്ള വഴിയിൽ സഞ്ചരിക്കാൻ കഴിയട്ടെ.